ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ ആ, നമ്മളൊരു തിരിച്ചടി തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ നിന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അടക്കം, എന്തിനു പറഞ്ഞു, ഒവൈസി അടക്കം കൂടെ നിന്നു എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു തിരിച്ചടിക്ക് ശക്തമായിട്ടുള്ള ഒരു തക്കം പാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവരുടെ വലിയ നിരാശ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഒരു മിസൈൽ വീഴുന്നില്ല. അങ്ങനെ മിസൈൽ വീഴുകയായിരുന്നെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് നരേന്ദ്രമോദി ആക്രമിക്കുകയായിരുന്നു. ഒരു 100 പേരൊക്കെ മരിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിലിരിപ്പ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് നടക്കാതായപ്പോൾ പിന്നെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചല്ലോ. ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പൊ ഞാൻ അതിൽ പിടിച്ച് കയറാമെന്ന് പറഞ്ഞ് അതിൽ പിടിച്ച് കയറി. അതിൽ പിടിച്ച് കയറിയപ്പോൾ കാണാം ഇന്ത്യ വന്ന് ഔദ്യോഗികമായി ഈ സ്റ്റോറികളൊക്കെ പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഇന്ത്യ ട്രംപിനെ തള്ളി. ട്രംപിനെ അമേരിക്ക അല്ല എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ തള്ളുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ ആ പടക്കവും ചീറ്റിപ്പോയി. ആ പടക്കം ചീറ്റിപ്പോയപ്പോൾ കാണാം ഇവർ അടുത്ത ഒരു ഇതുമായിട്ട് രംഗത്ത് വരുന്നു. അതായത് അടുത്തൊരു സെറ്റപ്പുമായിട്ട് രംഗത്ത് വരുന്നു. ഈ ട്രംപിന്റെ വിഷയത്തിൽ 1971 ഇന്ദിരാഗാന്ധിയുടെ യുദ്ധമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ പറയുമ്പോഴാണ് നമ്മുടെ ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് വീണ്ടും റീകളക്ട് ചെയ്യുകയും പഠിക്കുകയും എന്താണ് ആ സമയത്ത് നടന്നിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എത്രയോ പട്ടാളക്കാരെ കാണാതായിരിക്കുന്നു. ആ പട്ടാളക്കാരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ കൈമലർത്തും. എന്താ, ഇതാണ് ആ പട്ടാളക്കാരെന്ന് പറഞ്ഞ് ഇവർ കൈമലർത്തും. അപ്പൊ അതൊക്കെ വലിയ ചോദ്യങ്ങളൊക്കെ ഇന്ത്യക്കാർ പഠിച്ചു. ഞാനടക്കം ചേട്ടാ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഷിംല കരാർ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇവരുടെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് നമ്മുടെ BSF ജവാൻ എവിടെ, അതും പോയി. അതും ചീറ്റിപ്പോയപ്പോഴാണ് BSF ജവാൻ എവിടെ എന്ന് ഇവിടെ ചോദ്യം വന്നത്. BSF ജവാനായിട്ടുള്ള നമ്മുടെ പൂർണം കുമാർ ഷോ, അദ്ദേഹം വഴിതെറ്റി പാകിസ്ഥാനിലേക്ക് കടന്നു. ആ പാകിസ്ഥാൻ സൈന്യം അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണോ നിങ്ങളുടെ മോദിയുടെ ഭാരതം എന്ന് ചോദിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞ് ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് 10:00 ടുഡേ 10:30 കോൺസ്റ്റബിൾ പൂർണം കുമാർ ഷോ ഹാസ് ബീൻ ടേക്കൻ ബാക്ക് ഫ്രം പാകിസ്ഥാൻ ബൈ BSF അട്ടാരി വാഗ ബോർഡർ. അട്ടാരി വാഗ ബോർഡർ വഴി അദ്ദേഹം തിരിച്ചിന്ന് വന്നിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് വരുന്നത്. അപ്പോ ആ ഒരു പ്രതീക്ഷയും അവരിൽ ചീറ്റിപ്പോയി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്ത് ചെയ്തിട്ടും അങ്ങോട്ടൊരു മെനയാവുന്നില്ലല്ലോ സജ്ജിയെ എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്. അവര് ഇത് തിരിച്ചു വന്നപ്പോൾ, ഈ ജവാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആ സമയത്ത് ഞാൻ വാർത്ത കാണുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, 2013 പണ്ട് 2014 മുമ്പ് ഇവർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിനെ നമ്മുടെ LOC കടന്നു വന്ന് ആക്രമിക്കും. LOC കടന്നു വന്ന് പാകിസ്ഥാൻ സൈന്യം ആക്രമിക്കുകയും നമ്മുടെ സൈന്യത്തിന്റെ മുഖം വികൃതമാക്കുകയും നമ്മുടെ സൈനികരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് തെളിവിനാണെന്ന് പറയും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്, അതിർത്തിയിൽ കാല് തെറ്റി അല്ലെങ്കിൽ വഴി തെറ്റിപ്പോലും ഒരു സൈനികൻ പാകിസ്ഥാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യം പേടിച്ചു വിറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. അവന് കിടുങ്ങി പോകും, അയ്യോ ഒരു ഇന്ത്യൻ സൈനികൻ വന്നിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ. ഇത് പറയാൻ കാരണം, നമ്മുടെ 2013 ജനുവരി 8 2 സൈനികരെ ഷേർ നാഗർ വില്ലയിൽ, അതിൽ നായിക് ഹേംരാജ് എന്ന് പറയുന്ന ഒരാൾ, നമ്മുടെ ഒരു ധീര ജവാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയപ്പോൾ, അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം, ബോഡി കിട്ടിയപ്പോൾ തലയില്ലായിരുന്നു ആ ശരീരത്തിന്. വേറൊരു ജവാന്റെ ബോഡി കിട്ടിയപ്പോൾ മുഖം വികൃതമാക്കിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യ മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല. നമ്മൾ വളരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിരുന്നു. മൻമോഹൻ സിംഗിന് മറുപടി കൊടുക്കാനുള്ള ത്രാണിയില്ലായിരുന്നു. അപ്പൊ ആ ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമല്ലേ നമുക്ക്. നമ്മുടെ സൈനികരൊക്കെ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ഈ നേട്ടം സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ, നരേന്ദ്രമോദി പറയുന്നത് പോലെ ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് പറയുന്ന ആ ഒരു, എന്താ പറയാ, ആ ഒരു വാക്കിന്റെ ആ ഒരു ശക്തി തന്നെയാണോ ഈ ഒരു നേട്ടം? ഇപ്പോ ധനുഷ് പറഞ്ഞ സംഭവം നന്നായാണ് പറഞ്ഞത്. കാരണം അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 2013 അത് ശരിക്കും ധനുഷ് അവര് അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാരെ പിടിച്ചോണ്ട് പോകാറുണ്ട്. അപ്പൊ ആദ്യം ഇവരെ കാണുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ആദ്യം നമുക്ക് പുറത്തു വരുന്നത്. ഇവർക്ക് വേണ്ടി സൈന്യം വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി. അപ്പൊ ഈ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അതിർത്തികൾ, ഒരു ഇന്റർനാഷണൽ ബോർഡർ നമുക്ക് കുറവാണ് പാകിസ്ഥാനുമായിട്ട്. അതിന് ഈ വാഗ അതിർത്തി പോലുള്ള ബോർഡറുകൾ നമുക്ക് കുറവാണ്. LOC കണക്കുള്ള സംവിധാനങ്ങൾ നമുക്കുള്ളത് ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് കൃത്യതയും വ്യക്തതയും ഒന്നും സാധാരണയില്ല. നമ്മൾ രണ്ടു കൂട്ടരും കൂടെ തീരുമാനിച്ച് ഒരു കണക്ക് വരയ്ക്കുകയാണ്. ഈ മലയും കാടും പുഴയും ഒക്കെ ഉള്ളിടത്തൂടെ നമ്മൾ വരയ്ക്കുന്ന ഒരു വരയാണ് ആ ലൈൻ ഓഫ് കൺട്രോൾ. ഇത് പലപ്പോഴും സ്വാഭാവികമായി തന്നെ ഈ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുന്ന് അങ്ങോട്ട് മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് സ്വാഭാവികമായി തന്നെ, ഇവിടെ ഇന്ത്യ മാത്രമല്ല മിക്ക രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാത്ത സ്ഥലം വേണമെങ്കിൽ പറയാം. കാരണം ഇത് എപ്പോ വേണമെങ്കിലും തെറ്റാം. കാരണം ഈ പട്ടാളക്കാർക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ ബോർഡർ എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ വാഗ അതിർത്തിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും.
ഒരു റോഡ്, രണ്ട് സൈഡിലെ ഗേറ്റ്, രണ്ട് സൈഡ് പട്ടാളക്കാർ, അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ വേണ്ട. കാരണം ഇത് അങ്ങനെയാണ്. ഈ ജമ്മു കാശ്മീരിന്റെ ബോർഡർ കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അങ്ങനെ ഇവരെ കാണുന്നില്ല. പക്ഷെ പിന്നീട് അറിഞ്ഞത് ഇവര് ബോർഡറില് ഇവിടെ ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ശരിക്കും അത് തെറ്റായ ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ കേട്ടത് അങ്ങനെയാണ്. അവിടെയാണ് ഈ ജവാന്റെ തലയില്ലാത്ത മൃതദേഹം കണ്ടത്. കാരണം ഈ നമ്മുടെ ഈ യുദ്ധ സമയത്ത് പോലും ഈ പിടിക്കപ്പെടുന്ന ശത്രുപക്ഷത്തുള്ള രാജ്യത്തിലെ സേനകൾക്കില്ലേ ജവാന്മാരോട് അങ്ങേയറ്റം ബഹുമാനപുരത്തരം പെരുമാറണമെന്നാണ് ഇന്റർനാഷണൽ ലോ ഉള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പെരുമാറാറുള്ളത്. കാരണം അവര് യാദൃശ്യ അവരുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ ഡെഡ് ബോഡിയോട് പോലും അനാദരവ് കാട്ടരുതെന്നാണ് ഒരു അന്തർദേശീയ നിയമം തന്നെയുള്ള നിയമമാണ്. അത് വെറുതെ ഒരു നിയമമാണ്, ഒറിജിനൽ നിയമം തന്നെയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ഇന്നതല്ല നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി. ഇത് പറയുമ്പോഴാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നവർക്ക് ഒരു മറുപടി കൊടുക്കേണ്ടത്. അതും നമ്മൾ പറയാം. ഇന്ദിരാഗാന്ധി ഇപ്പം ഈ വിഷയത്തിലേക്ക് വലിച്ചെടുത്തത് കൊണ്ട് നമുക്ക് ഇന്ദിരാഗാന്ധിയെ ടച്ച് ചെയ്യാതെ സിന്ദൂറിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പൊ എന്തിനും ഏതും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്തായിരുന്നു, ഇപ്പോഴെന്താണ് എന്നുള്ളതാണ്. 2014 വരെ നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്ന ഭീകര ആക്രമണത്തിന്റെ സംഖ്യ കേട്ടാൻ ഞെട്ടും. അതിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കേട്ടാൻ ഞെട്ടും. തീവ്ര സ്ഫോടനങ്ങൾ തന്നെ അനവധി. ഒപ്പം തന്നെ വലിയ വലിയ സ്ഫോടനങ്ങൾ, പാർലമെന്റ് പോലും ആക്രമിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വലിയ സംഭവങ്ങൾ നമുക്ക് നടക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ആ കാലഘട്ടത്തിൽ നടന്ന യുദ്ധം ഇന്ദിരാഗാന്ധി അങ്ങോട്ട് പാകിസ്ഥാനെ പോയി അടിച്ചതല്ല. ഇവിടെ ഇരുന്നപ്പോ പാകിസ്ഥാൻകാർ ഇങ്ങോട്ട് വന്ന് നമ്മുടെ 11 എയർബേസുകൾ അടിക്കുകയാണ് ചെയ്തത്. നിക്കക്കല്ലില്ലാതാണ് നമ്മൾ തിരിച്ചടി തുടങ്ങിയത്. ആ തിരിച്ചടി നടന്നു. അതിന് 93,000 പട്ടാളക്കാർ പാകിസ്ഥാന്റെ കീഴടങ്ങി. ആ പട്ടാളക്കാരെയൊക്കെ 10 പരവതാനി വിരിച്ച് നമ്മൾ പാകിസ്ഥാനിലേക്ക് തന്നെ യാത്രയാക്കി. അതിന് പകരമായിട്ട് നമ്മുടെ അവിടുത്തെ ജയിലറകളിലുണ്ടായിരുന്ന 54 എന്നാണ് കണക്ക്, 100-നടുത്ത് വരുമെന്ന് പറയുന്നു. പട്ടാളക്കാരെ തിരികെ തള്ളണമെന്നൊരു ന്യായമുണ്ടല്ലോ. ആ ന്യായം ഇങ്ങനെ മറന്നുപോയി. ആ പട്ടാളക്കാര് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. നരകയാതന അനുഭവിച്ച് പാകിസ്ഥാനിലെ തടങ്കൽ പ്രളയത്തിൽ എങ്ങനെ മരിച്ചു നമുക്കറിയാം. പാകിസ്ഥാനിൽ മനോനില നമുക്കറിയാം. 2013 ഇപ്പോൾ ധനുഷ് പറഞ്ഞ സംഭവത്തിൽ നിന്ന് അമ്മാരുടെ ഒരു ഏകദേശ മനോനില അറിയാം. അപ്പോഴാണ് നമ്മളുടെ പട്ടാളക്കാര് 100-നടുത്തുള്ള പട്ടാളക്കാര് അവരുടെ തടങ്കലിൽ കിടക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെത്ര മൃഗീയമായിട്ടായിരിക്കും അവരോട് പെരുമാറിയിട്ടുണ്ടാവുക, എത്ര മൃഗീയമായിട്ടായിരിക്കും അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. അവരുടെ ഒരു രേഖ പോലും ഇല്ലായിരുന്നു. അന്ന് ഈ ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യാൻ പോലും ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തരല്ലായിരുന്ന കാലഘട്ടമായിരുന്നു. അവിടെയാണ് അത് സംഭവിച്ചത്. ഇവിടെ പാകിസ്ഥാൻ ചെയ്തൊരു കാര്യം, ഈ ഏപ്രിൽ 23-നാണ് ഈ പറഞ്ഞ പൂർണ്ണകുമാറിനെ പാക്രാൻഡേഴ്സ് പിടിച്ചുകൊണ്ട് പോകുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 2023 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ തൊട്ട് തലേ ദിവസമാണ് പൽഗാമിൽ ഈ അതിനിഷ്ഠൂരമായിട്ടുള്ള ഭീകരവാദം നടക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം വന്നിട്ട് ഈ പൂർണ്ണകുമാറിനെ കൊണ്ടുപോകുന്നു. പൂർണ്ണകുമാറിനെ കൊണ്ടുപോകുന്നത് എവിടുന്നോ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ്. ഇവന്മാർ പറയുന്നത് ഞങ്ങൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചു. ഇത് കൊണ്ടുപോകുന്നത് ഈ രാജസ്ഥാനിലുള്ള നോമാൻ ഡേ ആണ്. ഇത് നമ്മൾ നേപ്പാളും നമ്മളുമായിട്ടുള്ള നോമാൻ ഡേ ഉണ്ട്. നോമാൻ ഡേ എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടു കൂട്ടരുടെയുമല്ല, ഒരു തുറസായ പ്രദേശമാണ്. ആ പ്രദേശത്ത് 2 രാജ്യങ്ങളിലുള്ള കർഷകർക്ക്, നാട്ടുകാർക്ക്, ആ പ്രദേശവാസികൾക്ക് കൃഷി ചെയ്യാൻ, അവർ നാട്ടുകാരാണല്ലോ, പാവപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് കൃഷി ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ നോമാൻ ഡേ. കാരണം അവർക്ക് പണ്ടോട്ട് അവിടെ കൃഷിയിടമുള്ള ഇടമാണ്. അപ്പൊ അത് കൃഷി ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അവിടെ അറ്റാക്കുകളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം. പെട്രോളിംഗ് ഉണ്ടാവും, പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് കർഷകർ കൃഷി ചെയ്യാൻ പോകുമ്പോഴത്തേനും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴും, വൈകുന്നേരം എപ്പോഴൊക്കെ പോകുമ്പോൾ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളൊരു BSFന്റെ ജവാൻ കൂടെ പോകുന്ന ഒരു രീതി ഉണ്ട്. തിരിച്ച് അവിടെ നിന്നുകൊണ്ട് അവരുടെ ആളുകൾ വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഒരാൾ, ഒരു ബലം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ പോകുന്ന കർഷകരെയൊന്നും അങ്ങനെ ആക്രമിക്കുകയൊന്നുമില്ല. അത് ഒരു ആചാരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ പോകുന്നത്. അങ്ങനെ ഈ പൂർണ്ണകുമാർ അവിടെ പോകുന്നത്, അവിടെ ഇവരോട് സംസാരിച്ചുകൊണ്ട് ആ മണ്ണിൽ അവിടെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പാക് റേഞ്ചേഴ്സ് വന്ന് പിടിച്ചുകൊണ്ട് പോകും, അറസ്റ്റ് ചെയ്യും. അവരത് കൊണ്ടുപോകുന്ന കാരണമാണ്. കാരണം ഈ പഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർ ഉറപ്പായി ഇന്ത്യക്കാരൊഴിച്ച് ബാക്കി ലോകരാജ്യങ്ങൾക്കല്ല, ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരുമല്ല, ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും SDPIക്കാരും ഒഴിച്ച് ബാക്കി എല്ലാ ലോകത്തുള്ളവർക്കും അറിയാമായിരുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടി കൊടുക്കും. പക്ഷെ ഇന്ത്യയിലുള്ള കോൺഗ്രസ് അടക്കമുള്ളവർക്ക് തിരിച്ചടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാനിൽ നന്നായിട്ട് അറിയാമായിരുന്നു തിരിച്ചടി ഉറപ്പാണ് എന്നത്. അപ്പൊ ആ സമയത്ത് ഈ ജവാനെ വിട്ട് ബലപേശുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഈ ജവാനെ കിട്ടുന്നതിന് വേണ്ടി പലവട്ടം ഫ്ലാഗ് മീറ്റ് നടത്തി. അവസാനമൊക്കെയുള്ള ഫ്ലാഗ് മീറ്റിംഗിൽ പാകിസ്ഥാൻ വരാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ പാകിസ്ഥാന്റെ ഒരു
ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്, അതായത് പാക് റേഞ്ചേഴ്സ് എന്ന് അവരെ പറയുന്നത്, പാക് റേഞ്ചേഴ്സിലുള്ള ഒരു ജവാന് നമ്മൾ പിടികൂടി, നമ്മുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ജവാൻ ഞങ്ങളുടെ അതിർത്തിയിലായിരുന്നു, BSF കാരൊന്ന് തട്ടിക്കൊണ്ടു പോകുന്നവരായിരുന്നു എന്നാണ് പറയുന്നത്. ഈ രണ്ട് കൂട്ടരും പറയുന്നത് മാത്രമേ നമുക്കറിയൂ. ഇത് പാകിസ്ഥാന്റെ വേർഷനാണ്. നമ്മുടെ വേർഷൻ അവര് ജോലി കയറാൻ ശ്രമിച്ച് നമ്മൾ പിടിച്ചു. അങ്ങനെ രണ്ട് കൂട്ടരിലും ഓരോരുത്തരും വീതമായി. അതുകൂടാതെ ഈ തിരിച്ചടി തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ വാർത്തകൾ കണ്ടു. ആദ്യ ദിവസം കേട്ട വാർത്ത പാകിസ്ഥാന്റെ 2 പൈലറ്റുമാർ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ്. അതായത് പാകിസ്ഥാനിൽ വിമാനത്താവളത്തിന്റെ എണ്ണമൊക്കെ വന്നല്ലോ. ഇപ്പൊ വിമാനത്താവളം പാകിസ്ഥാനികൾക്കും ഡൗട്ടുകളൊന്നുമില്ല, തകർന്നു. അപ്പൊ വിമാനം തകരുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിന്റെ പൈലറ്റ് ആദ്യം ചെയ്യുന്ന പണി രക്ഷപ്പെടുക എന്നുള്ളതാണ്. രക്ഷപ്പെട്ട് വന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിലും അത് അറസ്റ്റ് ചെയ്യില്ല, ഞാൻ പിടികൂടാൻ കഴിയില്ല. അത് 2 പൈലറ്റുമാർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നൊരു വാർത്ത വന്നിരുന്നു. ജമ്മു കാശ്മീരിൽ തകർന്ന വിമാനത്തിന്റെ പൈലറ്റിനെ കുറിച്ചുള്ള അന്വേഷണം ജമ്മു പോലീസ് അന്ന് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇരിക്കുമ്പോൾ പിന്നെ അവർക്ക് ഈ പറയുന്ന നമ്മുടെ ജവാനെ വെച്ചിട്ട് ബലമേറ്റാനുള്ള ഒരു പവർ അവർക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം അത് ഇന്ത്യക്ക് നന്നായിട്ട് തന്നെ അറിയാം. കാരണം നമ്മുടെ ജവാൻ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ അവരുടെ ഒരു ജവാൻ നമ്മുടെ കസ്റ്റഡിയിലും വെച്ചു. അപ്പൊ ഈക്വലായി നിൽക്കുകയാണ് അവിടെ ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ പൈലറ്റുമാരും മറ്റുമൊക്കെ നമ്മുടെ കസ്റ്റഡിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ അറിയാം. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രൂപം അല്ലെങ്കിൽ ഭാവം അത് കരികൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു ജവാൻ എന്തെങ്കിലും സംഭവിച്ചു, പ്രത്യേകിച്ച് പിടിച്ചുകൊണ്ടുപോയ ഒരു ജവാൻ എന്തെങ്കിലും തരത്തിൽ ധരിച്ച് പറഞ്ഞ പോലെ മുമ്പൊക്കെ സംഭവിച്ചു തുടങ്ങി എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അവന്റെ അവസ്ഥ എന്തായിരിക്കും ഊഹിച്ചു നോക്കാനുള്ളതാണ് പാകിസ്ഥാന്റെ. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് ഭയം. അവർ ശരിക്കും ഭയന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ. കാരണം ഇനി ഇന്ത്യയോട് മുട്ടുക അസാധ്യമാണ് എന്നവർക്ക് തോന്നി തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഈ യുദ്ധത്തിന്റെ ഹാങ് ഓവർ ഒക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയാസ് ഒക്കെ വീണ്ടും പാകിസ്ഥാനിൽ ആക്റ്റീവായി. അപ്പൊ നമ്മുടെ ഇന്ത്യൻ മീഡിയാസ് ഉണ്ട്, ഈ TV9 പോലെയുള്ള, ഇന്ത്യ ടുഡേയുടെ ഒക്കെ പോലെയുള്ള അവരുടെ പാകിസ്ഥാനിലെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ഈ പാകിസ്ഥാനിലെ ലോക്കൽ ആളുകളുടെ റിയാക്ഷൻ എടുക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു. അപ്പൊ അതിനകത്ത് റിയാക്ഷൻ എടുക്കുമ്പോൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇവിടെ ആരും അങ്ങനെ കരുതുന്നില്ല ജയിക്കുന്നത്, ഇന്ത്യയെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല, ഇവര് തന്നോട് കള്ളമാണ് പറഞ്ഞിരുന്നത്. അവിടെ ലോക്കൽ ആൾക്കാർ പറയുന്നത് കള്ളമാണ്. ഇവര് പറഞ്ഞത് ഇന്ത്യയുടെ ഒരു മിസൈൽ പോലും നമ്മുടെ രാജ്യത്ത് ചെയ്തില്ലെന്ന്. അത് പറഞ്ഞ ദിവസമാണ് 9 ഇടത്ത് അവരുടെ മിസൈൽ വീണ് നമ്മുടെ പലതും തകർന്നു പോയത്. പിന്നീട് അവർ ചറവറങ്ങിടുകയായിരുന്നു മിസൈൽ. നമ്മുടെ പ്രതിരോധ സംവിധാനം എവിടെ? ആ നാട്ടുകാർ ചോദിക്കുന്നത്, പ്രതിരോധ സംവിധാനം എവിടെ? കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി മുടക്കുന്നത്, അതെവിടെ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കും. അപ്പൊ നമ്മൾ കരുതും പാകിസ്ഥാൻ കരുതെല്ലാം തൊണ്ണുറങ്ങാതെ വീഴുന്നതാണ്. അവിടുത്തെ ഒരു സാധാരണപ്പെട്ടവന് പോലും യാഥാർത്ഥ്യം അറിയാം, ഇന്ത്യ ഇറങ്ങിയിട്ട് പോയിരിക്കുകയാണ്, വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ലേറ്റസ്റ്റ് മുഖം എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ദിരാഗാന്ധിയോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ആരാധകരോട് ചോദിക്കാനുള്ളത്, 1971 പാകിസ്ഥാന്റെ തടവറയിലായിട്ടുണ്ടായിരുന്ന 100ഓളം വരുന്ന നമ്മുടെ ജവാന്മാർക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. മോദിയുടെ കാലത്ത് പോയ ഒരു ജവാനും കാണാതെ പോയിട്ടില്ല. ഇനി അഥവാ പോയി എന്ന് നിങ്ങൾ ഇതുവരെ കരുതിയിരുന്ന ജവാനൊക്കെ തിരിച്ചു വന്നിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ പൂർണ്ണം കുമാർ ഷാ. ഇത് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതാണ് പുതിയ ഇന്ത്യ. അപ്പൊ മോദിയെയും ഇന്ത്യയും തമ്മിൽ താരതമ്യം കഴിയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തടി വരാൻ ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ, ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ കൺവിൻസ് ആകുന്ന ഒരു കാര്യമാണത്. കൺവേ ചെയ്യാൻ എളുപ്പമാണ് അത് പറഞ്ഞത്. കാരണം 1971 നമ്മുടെ സൈന്യവും മറ്റുമൊക്കെ ടെക്നോളജിയിൽ അത്രയും വികസിച്ചിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് തടുതപ്പാൻ പറ്റും. പക്ഷെ ഇവിടെ എനിക്കിത് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ സൈന്യം എക്കാലം നല്ല ശക്തമായൊരു സൈന്യമാണ് നമുക്കുള്ളത്. പക്ഷെ അതിന്റെ കയ്യും കാര്യം കെട്ടിയിടുക എന്നൊരു രീതിയാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നവർ ചെയ്യുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. പട്ടാളത്തിനുള്ള അവർക്ക് ബുദ്ധിയും ശക്തിയും ഉണ്ടല്ലോ ഈ യുദ്ധം എങ്ങനെ ചെയ്യണമെന്ന്. എങ്ങനെ ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് അടിപൊളി സ്റ്റാൻഡ് എന്ന് പറയാൻ കാരണം. അദ്ദേഹം എന്താ ചെയ്തത്? പട്ടാളക്കാർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു, നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് കൊടുത്തു. അതിനെ കേരളത്തിലെ മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകൾ ചർച്ച ചെയ്തു. എന്നിട്ട് അവരെ പറഞ്ഞ് വ്യാഖ്യാനം എന്താണെന്നറിയാമോ? അത് പട്ടാളക്കാരുടെ തലയ്ക്ക് വെച്ച് കൊടുത്തു. സൈന്യം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, സൈന്യം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കാണല്ലോ, നിങ്ങൾ കാരണമാണല്ലോ പരാജയപ്പെട്ടത് മോദിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏതെങ്കിലും രാജ്യം പറയൂ? ഒരു പട്ടാളത്തിനുണ്ടാകുന്ന നേട്ടവും കോട്ടവും എല്ലാ രാജ്യത്തിൻ്റെതാണ്. അതിനെ കുറ്റപ്പെടുത്തിയതാണ് ഇവന്മാര്. അത് ഇവന്മാര് ഭയന്നു പോയി. അതാണ് ആ കണക്കുകളെ കാണുന്നത്. ഇവർ ഭയന്നു. കാരണം ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടാളത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തും. യുദ്ധതന്ത്രം, യുദ്ധത്തിന്റെ സ്ഥലം, എപ്പോ മിസൈൽ വിടണമെന്ന് വരെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് എന്റെ ഉത്തരവ് കാത്തി നിൽക്കേണ്ടതാണ്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ജയിച്ചു നിൽക്കുന്നിടത്തെന്ന് പറയും മതി ജയിച്ചത്, തിരിച്ചു പോലെ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെ നിരാശരാക്കി
നാണം കെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഈ നിരായുധയുടെ കാലത്തെ കഥയാണ് ഇനി പറയുന്നത്. തിരിച്ചു കൊണ്ടുവന്ന രാജ്യത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ അടിക്കും. ഇനി ഇപ്പൊ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സൈനിക മേധാവികൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മുകളിലുള്ള നിർദ്ദേശം കിട്ടുന്നതിന്റെ ഇരട്ട കൊടുക്കാനാണ്. അവര് ഹാപ്പിയാണ്, സൈന്യം മുഴുവൻ ഹാപ്പിയാണ്. കാരണം അവർ ആഗ്രഹിച്ചിരുന്ന ഒരു ഉത്തരവാണ് മോദിജിയെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് കയറി അടിച്ചോ, ഞങ്ങളൊന്ന് ചോദിക്കുകയൊന്നും വേണ്ട, അടിക്ക് എപ്പോഴേ കൊടുക്കുക, നന്നായിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞു. ഇത്രയും ഫ്രീ ഹാൻഡ് ഈ രാജ്യത്തെ സൈന്യത്തിന് കിട്ടിയത് ആദ്യമാണ്. പണ്ടും സൈന്യം ശക്തമായിരുന്നു, അവരെ ഭരിച്ചിരുന്നവർ ശക്തരല്ലായിരുന്നു എന്നുള്ളതാണ് അതിൽ നമ്മളുടെ വ്യത്യാസം. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.